എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാനും പരീക്ഷകളിൽ വിജയം നേടാനും ശ്രമിക്കുമ്പോൾ പഠനം കഴിഞ്ഞവർ നല്ല ജോലിയിൽ പ്രവേശിക്കാനും ജോലിയിലുള്ളവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിക്കായോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിരിക്കും ശ്രമിക്കുക. അതുപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ അതിനെ വിപുലീകരിക്കാനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനോ ശ്രമിക്കുന്നതാണ്. ഇതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. ഗ്രഹമാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ 4 ഗ്രഹങ്ങളും 2025 രാശി മാറുന്നുണ്ട്. അതായത് മാർച്ച് മാസം ശനിയും മെയ് മാസത്തിൽ വ്യാഴവും രാഹുകേതുക്കളും രാശി മാറുന്നതാണ്. ഈ മാറ്റങ്ങളൊക്കെ ചില കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെയും ചില കൂറുകാർക്ക് പ്രതികൂല ഫലങ്ങളെയുമാണ് നൽകാൻ പോകുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് വർഷം തുടങ്ങുമ്പോൾ വ്യാഴം, കേതു പോലെയുള്ള ഗ്രഹങ്ങൾ അനുകൂലമല്ലാതെയും ശനി 9ലും സഞ്ചരിക്കുന്നതിനാൽ അലച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും മാർച്ച് മാസം ശനി ഭഗവാൻ 10ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം അലച്ചിലുകൾ കുറയുന്നതാണ്. അതേസമയം പുതിയ തൊഴിൽ തുടങ്ങാനോ അല്ലെങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യാനോ ഇത് അനുകൂല സമയമല്ല. പക്ഷേ ഇപ്പോൾ സ്വന്തമായി ചെറിയ രീതിയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ദോഷഫലങ്ങൾ വരികയില്ല. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽ രീതിയിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരുന്നതാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മെയ് മാസം മുതൽ ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവെ ഗുണകരമല്ലെങ്കിലും വിവാഹാദി മംഗളകാര്യങ്ങൾ, ജോലിയിലുള്ളവർക്ക് സ്ഥലം മാറ്റം പോലെയുള്ള ചില കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തുടങ്ങി പല ചിന്തകളും ഉണ്ടാകും. അങ്ങനെയുള്ളവർ വിശ്വസ്തരായ വ്യക്തികളുടെ ഉപദേശം സ്വീകരിക്കുകയാണെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. അതേസമയം മെയ് മാസത്തിലെ രാഹുകേതു മാറ്റം മിഥുനക്കൂറുകാർക്ക് പല കാര്യങ്ങളിലും അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. രാഹുകേതു മാറ്റത്തിന് ശേഷം ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമതകൾ മാറും. ഷെയർ മാർക്കറ്റിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും. സാമൂഹിക പ്രവർത്തന രംഗത്ത് അംഗീകാരം തേടിയെത്തും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും 2025 ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കൂറ് ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.